കെഎസ്ആർടിസി എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. കോടതി വിധിയാണ് എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു. കോടതിയിൽ നിന്ന് ഇളവുണ്ടാകുമോ എന്നറിയാൻ ഒരാഴ്ച കാത്തിരുന്നു. തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകുമായിരുന്നു. കോടതി വിധി പറയാനിരിക്കുന്ന വിഷയം സഭ ചർച്ച ചെയ്യരുതെന്നും ഇത് കോടതി വിധിയെ ബാധിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് ഏത് രീതിയിലുള്ള നീക്കമാണ് സർക്കാരിന്റേത്? വിശദാംശങ്ങൾ എന്താണ്? കെഎസ്ആർടിസിയിലെ മുൻ എംപാനൽ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധിയാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പരിഗണിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസിന് ഗതാഗത മന്ത്രി എടുത്ത നിലപാട് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. മറിച്ച് കോടതിയുടെ ഇടപെടൽ മൂലമാണ് എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നത്. കോടതിയിൽ നിന്ന് ഇളവുണ്ടാകുന്നതിന് വേണ്ടി സർക്കാർ പരമാവധി ശ്രമിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. കോടതി അലക്ഷ്യ നടപടി ഉണ്ടാകുമായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. മറ്റൊരു കാര്യം കൂടി ഗതാഗത മന്ത്രി പറയുന്നു. അതായത് ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച വിധി ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ ഇത് നിയമസഭ ചർച്ച ചെയ്യുന്നത് തെറ്റാണ്. പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് നിയമസഭയിലെടുത്ത നിലപാട്. അതേസമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുന്നതിന് കാരണം. സർക്കാർ കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ കോടതി നൽകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് എംപാനൽ ജീവനക്കാർക്ക് എതിരായ കോടതി വിധി ഉണ്ടായത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കത്തെ സർക്കാർ എതിർത്തില്ല. മറിച്ച് അതിന് സാവകാശം തേടാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് ബോധപൂർവമായ കള്ളക്കളിയാണ് സർക്കാർ നടത്തിയത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്ന അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഈ പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ പോയി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴും നിയമസഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കെഎസ്ആർടിസിയിലെ എംപാനൽ ജീവനക്കാരുടെ വിഷയം അതിസമഗ്രമായി തന്നെ നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എംപാനൽ ജീവനക്കാരുടെ സമരം കഴിഞ്ഞ ദിവസങ്ങളിലായി തലസ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് നിയമസഭയ്ക്ക് മുന്നിലും അവരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം എംപാനൽ ജീവനക്കാരുടെ പ്രതിസന്ധി ഈ വിഷയം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കുന്നത്. ഞാൻ തിരികെ വരുന്നു. സജിത്ത്, സർക്കാരിന്റെ കള്ളക്കളിയാണ് കോടതി ഇടപെടലിലേക്ക് നയിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. തനിക്ക് മുകളിൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ എന്നാണ് കെഎസ്ആർടിസി MD പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗതാഗത മന്ത്രിയോ CMDയോ രണ്ടിലൊരാൾ രാജിവെച്ചു പോകണം. കോടതിയിൽ കൃത്യമായ മറുപടി കൊടുക്കാത്തതാണ് ഈ വിധിക്ക് കാരണമെന്നും തിരുവഞ്ചൂർ ആരോപിച്ചിരിക്കുന്നു. സജിത്ത്, പ്രതിപക്ഷം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുന്നോട്ട് വരുന്നു. അതേ സമയത്താണ് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് സർക്കാർ പറയുന്ന കെഎസ്ആർടിസി CMD പറയുന്ന ന്യായീകരണത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. കൃത്യമായ സമയത്ത് സർക്കാർ നടപടിയെടുത്തില്ല, കെഎസ്ആർടിസി നടപടിയെടുത്തില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ആ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നോ തിരുവഞ്ചൂരും? തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടുത്ത നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം സഭയ്ക്കുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മറ്റു ചില വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെഎസ്ആർടിസിയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി CMD ടോമിൻ ജെ തച്ചങ്കരി തനിക്ക് മുകളിൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ എന്ന നിലപാടെടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ആവശ്യം എന്ത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഇക്കാര്യങ്ങളിൽ ഗതാഗത മന്ത്രിയുടെ ആവശ്യമില്ല, ഗതാഗത മന്ത്രിയെ മറികടന്നുകൊണ്ട് CMD കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ ഒളിച്ചുകളി, ഇതൊക്കെ വലിയ രീതിയിലുള്ള ആരോപണമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം നിയമസഭ. ഞാൻ തിരികെ വരാം. സജിത്ത്, ഇപ്പോൾ എംപാനൽ ജീവനക്കാരുടെ സംഘടനാ നേതാവ് സാജൻ വർഗീസ് നമുക്ക് ചേർന്നു. ശ്രീ സാജൻ വർഗീസ്, പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ ഇത് കോടതി വിധി പറയാനിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗതാഗത മന്ത്രിയുടേത്, സർക്കാരിന്റേത്. നിങ്ങളുടെ സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നോ KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഇതുവരെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. 2 ദിവസത്തിന് മുന്നേ MD കാണാൻ സംഘടനാ നേതാക്കളെ ഞങ്ങൾ പോയായിരുന്നു. MDയുടെ നിലവിലുള്ള നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത്ര സീനിയാരിറ്റി ഒന്നും തരത്തില്ല. 10 കൊല്ലം കഴിഞ്ഞവരെ ആദ്യം എടുക്കുക, അതേ എംപ്ലോയ്മെന്റ് നിയമപ്രകാരം ഇത്ര ഡ്യൂട്ടി ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വിടുക, എന്നിട്ട് വീണ്ടും അടുത്ത താഴെ തട്ടിലുള്ളവരെ എടുക്കുക. അതാണ് അദ്ദേഹത്തിന്റെ അത് ഞങ്ങൾ അംഗീകരിച്ചില്ല. കാരണം ഞങ്ങൾ 14 കൊല്ലത്തോളം ജോലി ചെയ്യുന്നവരാണ്. സീനിയാരിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് സീനിയാരിറ്റി വേണമെന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചർച്ച അത് അംഗീകരിച്ചില്ല. അത് അങ്ങനെയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല.
ഇതിനകത്ത് സർക്കാർ പറയുന്നത് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കൊണ്ടല്ല എന്ന് പറയുന്നു. പക്ഷെ അതേസമയത്ത് എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല PSC സത്യവാങ്മൂലം നൽകിയിരിക്കുന്നതും. അത് ഒരു ഇരട്ടത്താപ്പാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ലല്ലോ. ഇത് എംപാനൽ ജീവനക്കാരെ മുഴുവൻ തിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് CMD സർക്കാരിന് കൊടുത്ത കത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, നിലവിൽ അതിനുള്ള സാലറി അല്ലെങ്കിൽ ശമ്പളം സർക്കാർ തരികയോ അല്ലെങ്കിൽ ഈ ജീവനക്കാരെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുനർവിന്യസിക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു നിലപാട് നേരത്തെ CMD കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ പറഞ്ഞ ആ തീരുമാനങ്ങൾ ഇതുവരെ ഒരു കണക്കിന് നടപ്പിലായില്ല. അപ്പോൾ ഇപ്പൊ നിലവിലുള്ള സാഹചര്യം കോടതിയിൽ എങ്ങനെ ഈ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നടപടിയിൽ 23 പ്രാവശ്യം കേസ് വെച്ചിട്ട് മാനേജ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് അന്ന് ഞങ്ങൾ എംപാനൽ ജീവനക്കാർ കക്ഷിയല്ല, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ളതൊന്നും ബോധിപ്പിക്കാൻ കോടതിയെ സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ട് വന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഈ നിലവിൽ വന്നിരിക്കുന്നത്. സർക്കാരിനെ നേരത്തെ പറഞ്ഞതുപോലെ 7 ദിവസമായി സമരം തുടരുകയാണ്. പക്ഷെ അപ്പോഴും ഇതിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ആവശ്യവും മറികടന്നുകൊണ്ടും അത് ചർച്ച ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നതും. അപ്പൊ നിയമപരമായിട്ടുള്ള വഴികൾ ഈ ആഴ്ച കോടതി ഇതിനകത്ത് വിധി പറയാനിരിക്കുന്നു. അതിലേക്ക് മാത്രം ഉറ്റുനോക്കേണ്ടതായി വരികയാണോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. സുപ്രീം കോടതി നിലവിൽ ഞങ്ങൾ സുപ്രീം കോടതിയുടെ ഹർജിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഹൈക്കോടതി തന്നെ നിലവിലുള്ള വിധി സ്റ്റേ ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. അത് തന്നത് കൂടാതെ സുപ്രീം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് നിങ്ങൾ ഹൈക്കോടതി തള്ളുകയാണെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാം എന്നുള്ള ഒരു അനുകൂല നിലപാട് സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായി. കാരണം ഞങ്ങൾ വിശദമായ വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇപ്പൊ ഇവിടെ അടിയന്തര പ്രമേയം വിഷയം വന്നപ്പം മുൻ മന്ത്രിയാണ് തിരുവനന്തപുരം സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഗതാഗത വകുപ്പ് മന്ത്രി CMD ആയിട്ടുള്ള ഒരു യോജിപ്പില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലായ നിലവിലുള്ള സാഹചര്യം. അദ്ദേഹം നേരിട്ട് കാരണം ഇപ്പം പല മാധ്യമങ്ങളിലൂടെയും മറ്റും വന്ന ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ അത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നേരിട്ട് ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ബഹുമന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി വിളിക്കുന്ന പല യോഗങ്ങളിൽ പോലും CMD പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യൂണിയൻ വശവും മറ്റും നമ്മൾക്കൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നേരിട്ടുള്ള ഒരു ബന്ധം എന്താണ്, അതിന് വലിയൊരു സങ്കടകരമായ സംഗതിയാണ്. ഗതാഗത മന്ത്രിയും ഈ CMD ആയിട്ടൊരു യോജിപ്പില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റ് തന്നെയാണ് ആ കാര്യങ്ങൾ ഉന്നയിച്ചെടുക്കുന്നത്. അല്ല, ശ്രീ സാജൻ വർഗീസ്, നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണല്ലോ. നിയമസഭ നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണോ, അതോ നിയമ നടപടികളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തമായ രീതിയിലുള്ള ഒരു പിന്തുണ വേണം എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. ഇത് എന്തൊക്കെ തന്നെ ആയാലും കോടതി വിധി, സുപ്രീം കോടതി വിധി പോലും ഞങ്ങൾക്കെതിരായാലും ഒരു ലെജിസ്ലേറ്റീവിന് ഒരു നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട്. അത് സർക്കാരിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതി ഒരു ഉദാഹരണം ഞാൻ പറയാം. സുപ്രീം കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചിട്ട് എന്താ കാര്യം? അത് നടപ്പാക്കേണ്ട സർക്കാരിന്റെ ചുമതലയല്ലേ. അപ്പൊ ആ സുപ്രീം കോടതി വിധി അനുകൂലമായി വിധിച്ചാൽ നടപ്പാക്കുന്ന സർക്കാരിന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് നിയമനിർമ്മാണം നടത്തണം, സർക്കാരിന്റെ സഹായം വേണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ ഇത്രയും കുടുംബങ്ങൾ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ചിലപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അടിയന്തരമായി അദ്ദേഹം അതിനുള്ള പരിഹാരം ചെയ്യുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തിരികെ വരാം. സാജൻ വർഗീസ്, ഇപ്പോൾ KSRTC CITU യൂണിയൻ നേതാവ് ശ്രീ ഹരീഷ് നമുക്കൊപ്പം ചേർന്നു. എംപാനൽ ജീവനക്കാരുടെ സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു നിലപാടാണ് ഗതാഗത മന്ത്രി സ്വീകരിക്കുന്നത്. കാരണം ഇത് കോടതി വിധി പറയുന്ന വിഷയമാണ്, അതുകൊണ്ട് സഭയ്ക്കകത്ത് ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ള ഒരു നിലപാട് സർക്കാർ എടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതികരണം? 16-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്കിലെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലൊന്നായിരുന്നു. 16-ാം തീയതി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോടതി വിധിക്ക് വിധേയമായി തന്നെ അതിന് ദോഷകരമല്ലാത്ത വിധം ഈ താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം എന്നുള്ള കാര്യം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയാകട്ടെ ഹൈക്കോടതിയിൽ നടന്ന വാദം പൂർത്തീകരിച്ച് അന്തിമ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അന്തിമ വിധി അനുകൂലമാണെങ്കിൽ ഗവൺമെന്റിന്റെ നയം നടപ്പിലാക്കിയാൽ മതി. എതിരാണെങ്കിൽ മാത്രമാണ് നിയമനിർമ്മാണം അടക്കമുള്ള അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കി അതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഗവൺമെന്റ് ഇവിടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുമായി നടന്ന ചർച്ചയ്ക്കകത്ത് ഇവരെ തിരിച്ചെടുക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം ആയിരിക്കാം ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല. ഞാൻ ചോദിക്കട്ടെ, നിയമസഭയ്ക്കകത്ത് ഇപ്പൊ എന്ത് ചർച്ച നടത്തിയാലും കോടതി വിധിക്ക് വിധേയമായിട്ട് മാത്രമാണല്ലോ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഹൈക്കോടതി വിധിക്ക് വിധേയമായിട്ട് മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. സമാനമായൊരു കേസ് 1996 ഉണ്ടായിട്ടുണ്ട്. 92 വന്ന റാങ്ക് ലിസ്റ്റിൽ 95 ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരാളെ പോലും നിയമിക്കാത്ത സാഹചര്യത്തിൽ അന്നത്തെ റാങ്ക് ഹോൾഡർമാർ കോടതിയിൽ പോവുകയും താൽക്കാലികമായി മാറ്റി നിർത്തുകയും അതിനകത്ത് കാലാവധി ഹൈക്കോടതി ഒന്ന് ഇടപെട്ടിട്ട് ക്യാൻസൽ ചെയ്ത ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം ദീർഘിപ്പിക്കുകയും താൽക്കാലിക ജീവനക്കാരുടെ എണ്ണത്തിനാനുപാതികമായി അവരെ നിയമിക്കാൻ ഉത്തരവിടുകയും അവരെ നിയമിക്കുകയും അതിനുശേഷം താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തമായൊരു സമീപനം ഉണ്ടായത് കോടതി പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവരെ പിരിച്ചുവിടുകയും അവരെ എടുക്കുകയും ചെയ്യണം. പിരിച്ചുവിടുക എന്നുള്ള പ്രയോഗം വന്നു. സ്വാഭാവികമായി അതിനുശേഷം താൽക്കാലിക ജീവനക്കാർ, ട്രേഡ് യൂണിയനുകളെല്ലാം കോടതിയിൽ കക്ഷി ചേർന്നു. നല്ല വാദം നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ വിധി പറയാൻ അതായത് ശ്രീ ഹരീഷൻ, താങ്കൾ പറയുന്നത് ഗതാഗത മന്ത്രിയും സർക്കാരും പറയുന്ന അതേ നിലപാട് തന്നെയാണ്. കോടതിയുടെ അന്തിമവിധി വരട്ടെ, അന്തിമവിധി വന്ന ശേഷം മതി ഇതിലെ സമരത്തിന്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് പോകാൻ എന്ന്. പക്ഷേ ഘട്ടങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു യൂണിയന്റെയോ മറ്റു സംഘടനകളുടെയോ സമരത്തെ കുറിച്ച് പറയാൻ ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമരമുണ്ട്. അത് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഉയർത്തിക്കൊണ്ടുവന്ന സമരമാണ്. KSRTCയിലെ പ്രധാനപ്പെട്ട യൂണിയനുകളുടെ സംയുക്ത വേദിയാണ് ആ സമരം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ സമരം 16-ാം തീയതി, ആ സമരത്തിനിടയ്ക്ക് ഒരു സ്റ്റേ വരുമ്പോൾ പോലും ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയല്ല തീരുമാനിച്ചത്, സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. ആ പ്രശ്നത്തിന് വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള രേഖാമൂലമുള്ള ആ മിനിറ്റ്സിലടക്കം സൂചിപ്പിക്കുന്നത് ഹൈക്കോടതി വിധിയുടെ അന്തിമ അതുകൂടി പരിഗണിച്ചതിന് ശേഷം ഈ താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്ന് പറഞ്ഞത്. തീർച്ചയായും ദയവായി തുടരുക ശ്രീ ഹരീഷൻ, ദയവായി തുടരുക. ശ്രീ സാജൻ വർഗീസ്, KSRTC CIT യൂണിയൻ നേതാവിന്റെ അഭിപ്രായം അതാണ്. അതായത് ഗതാഗത മന്ത്രി തന്നിരിക്കുന്ന ഉറപ്പ് ഹൈക്കോടതിയുടെ അന്തിമവിധി വരട്ടെ, അന്തിമവിധി വരുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് ജീവനക്കാർക്ക് അനുകൂലമായിരിക്കുന്നു. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ആ രീതിയിലുള്ള ആവശ്യമല്ല പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന, ആ രീതിയിലുള്ള നിലപാടുമല്ല നിങ്ങൾക്കുള്ളതും. തീർച്ചയായും അതെ. ഇപ്പം ഹരീഷൻ സാർ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമേ നടക്കുമെന്നുള്ളതാണ് ഇപ്പം നിലവിൽ കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസാണ്. പക്ഷേ ഈ കോടതി വിധി എങ്ങനെ ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാനേജ്മെന്റ് താൽക്കാലിക ജീവനക്കാർക്ക് അനുകൂലമായിട്ട് ഒരു അഫിഡവിറ്റ് അന്ന് കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ കോടതി വിധി ഉണ്ടാകില്ലായിരുന്നു. പല പ്രാവശ്യം കോടതി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ എന്നും പറഞ്ഞ് പല പ്രാവശ്യം മാറ്റിവെച്ച കേസാണ്. അവസാനം ജഡ്ജിക്ക് അത്രത്തോളം ദേഷ്യം വന്നതുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചെന്നാണ് ഞങ്ങൾക്ക് താൽക്കാലിക ജീവനക്കാർക്ക് എല്ലാം വ്യക്തമായി അറിയാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. അപ്പൊ നിലവിൽ കോടതി വിധി ഉണ്ടായതല്ല, മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നിലവിലെ സാഹചര്യത്തിൽ? പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ശ്രീ സാജൻ വർഗീസ്, അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അന്തിമ വിധി വരട്ടെ എന്നാണല്ലോ KSRTC CIT യൂണിയന്റെ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. അത് തന്നെയാണല്ലോ ഗതാഗത മന്ത്രി പറയുന്നത്. നിങ്ങൾ പറയുന്ന സമരവും പ്രതിപക്ഷം നിങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുന്ന കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്പം കൂടി കാത്തിരിക്കാമല്ലോ എന്നുള്ളൊരു നിലപാടാണല്ലോ CIT യൂണിയൻ ഇപ്പോൾ. അല്ല, പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ സമരപന്തലിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനിപ്പോ ഞങ്ങൾക്ക് അനുഭാവപൂർവ്വം ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ യോഗത്തിൽ പറഞ്ഞതാണ്, ആ കാര്യം സമരപന്തലിൽ വന്ന് പറഞ്ഞതാണ്. നിയമസഭ തുടങ്ങുമ്പോൾ ആദ്യത്തെ അതല്ല ശ്രീ സാജൻ വർഗീസ്, ഞാൻ ചോദിച്ചത് KSRTCയുടെ CIT യൂണിയന്റെ നേതാവാണ് പറയുന്നത്. ഗതാഗത മന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെ, കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം നിയമസഭയിൽ പറയുന്ന കാര്യമല്ല, ഗതാഗത മന്ത്രി പറയുന്ന കാര്യമല്ലേ അദ്ദേഹം കൂടുതൽ അനുകൂലിച്ചു നിൽക്കുന്നത്. അന്തിമ വിധി വരട്ടെ, സർക്കാർ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ എന്നാണല്ലേ പറഞ്ഞത് ഇപ്പോൾ ശ്രീ ഹരികൃഷ്ണൻ. ഇപ്പോൾ ശ്രീ സാജൻ വർഗീസ് ശരി തന്നെയാണ്. ഹരികൃഷ്ണൻ സാറിന്റെ ഞാൻ അത് വളരെ നല്ലതുപോലെ ആയിരുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ അടിയന്തര പ്രമേയ ചർച്ച എന്ന് പറയുമ്പോൾ നിലവിൽ ഈ കോടതി വിധി എങ്ങനെ ഉണ്ടായത് അതൊക്കെ വരുമല്ലോ അതിന്റെ ഭാഗമായിട്ട്. ഇത് നമ്മൾ മാനേജ്മെന്റ് ചോദിച്ചു വാങ്ങിയ ഒരു വിധിയാണെന്ന് എനിക്ക് പറയുന്നത്. അല്ല, അത് KSRTCയുടെ CIT യൂണിയന്റെ നേതാക്കൾക്ക് പോലും തോന്നുന്നില്ലല്ലോ. അതാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് താങ്കൾ പറയുന്നു, എംപാനൽ ജീവനക്കാരുടെ സംഘടന പറയുന്നു, സമ്മതിക്കാം. പക്ഷേ നിങ്ങൾക്കൊപ്പം നിൽക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ KSRTC യൂണിയന്റെ നേതാക്കൾ അവർ പറയുന്നത് അന്തിമവിധി വരട്ടെ എന്നല്ലേ? തീർച്ചയായിട്ടും അതിന്റെ കോടതി വിധിയുടെ ആ ഒരു കോടതി വിധി വന്നിട്ടുള്ള നേതാമാർഗത്തിൽ കൂടെ പോകുന്നെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അതേ രീതിയിലായതുകൊണ്ടാണ് അതിന് ആ പ്രതികരണം. ഇപ്പോഴും ഞങ്ങളിപ്പം ഒരു എംപാനൽ കൂട്ടായ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ട്രേഡ് യൂണിയനിലും
അതായത് ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ്. അത് എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാരും അതിലുണ്ട്, എല്ലാ ട്രേഡ് യൂണിയൻ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ സർക്കാർ ഞങ്ങളെ തിരിച്ചെടുക്കുകയാണ്, ഞങ്ങൾ അതേ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായ്മ ഒരു രജിസ്ട്രേഷനോ ഒരു സംഘടനയ്ക്കോ ഒന്നും രജിസ്ട്രേഷൻ പോലും ചെയ്യാത്തതിനുള്ള ഒരു പ്രധാന കാരണം അതാണ്. ശ്രീ ഹരികൃഷ്ണൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ മറ്റു വഴിയില്ല എംപാനൽ ജീവനക്കാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇതുപോലെ ഒരു അന്തിമ കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായി വരുന്നു. പക്ഷേ പറ്റാവുന്നിടത്തോളം സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയുള്ള സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു പിന്തുണ KSRTC AD യൂണിയന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഈ അവസരത്തിൽ ഇല്ല എന്ന് വിചാരിക്കണമോ? അല്ല, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. താൽക്കാലിക ജീവനക്കാരുടെ സമരത്തിന് സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കുകയും അവരുടെ പ്രശ്നം ഏറ്റെടുക്കുകയും ചെയ്ത സംഘടനയാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU. ഈ സംഘടന മാത്രമല്ല, മുഖ്യധാര യൂണിയനുകളെല്ലാം ഈ അവരുടെ സമരത്തിനും അവരുടെ ആവശ്യത്തിനും പിന്തുണയ്ക്കുന്നതാണ് ചെയ്യുന്നത്. അവരുടെ സമരത്തെ ഞങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ സമരരംഗത്ത് വന്നു. സംയുക്തമായി സെക്രട്ടേറിയറ്റ് വാർത്ത നടത്തി പണിമുടക്ക് പ്രഖ്യാപിച്ചു, ഒത്തുതീർപ്പുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഒരിക്കലും താൽക്കാലിക ജീവനക്കാർക്കെതിരാണ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അടിയന്തര പ്രമേയം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ വിഷയത്തിനകത്തൊന്നും ഒരിക്കലും പൊളിറ്റിക്സ് സംസാരിക്കുന്നയാളല്ല. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് എന്ത് ധാർമ്മികമായ അർഹതയാണ് ഇക്കാര്യത്തിലുള്ളത്? 3800 വേക്കൻസി ഉള്ള ഒരു സ്ഥാപനത്തിൽ KSRTC പോലുള്ള പ്രതിസന്ധിയിലായിരുന്ന സ്ഥാപനത്തിനകത്ത് 9300 പേരെ അഡ്വൈസ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കും, എന്നിട്ട് PSCക്ക് 2 പ്രാവശ്യം കത്തെഴുതിയില്ലേ? ഞങ്ങൾക്ക് ഇതിനകത്ത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലം സംഭവിച്ചു. അത് അങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിക്കാവോ? PSC അതിന് നൽകിയ മറുപടി എന്താ? ഒരിക്കൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ അത് മാറ്റാനോ പിൻവലിക്കാനോ കഴിയില്ല. 9300 പേരെ അഡ്വൈസ് ചെയ്തില്ലേ? അവിടെ നിന്നല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ തുടക്കം? അതെല്ലാം ഒരു ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും 3 വർഷക്കാലം കൊണ്ട് 9300 പേരെ എടുത്തു. അതിനകത്തെ NJD വേക്കൻസി ഉൾപ്പെടെ ഫില്ല് ചെയ്തുകൊണ്ടാണ് ആദ്യം അഡ്വൈസ് ചെയ്ത 9300 പേരെ എടുത്തത്. NJD വേക്കൻസി ശരിക്കും എടുക്കേണ്ടത് 9301 മുതലാണ് എന്ന് പറഞ്ഞ് വീണ്ടും റാങ്ക് ഹോൾഡർമാർ ഹൈക്കോടതിയിൽ പോവുകയാണ്. സിംഗിൾ ബെഞ്ച് അത് അംഗീകരിച്ചില്ല. വീണ്ടും അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം ഇതിനകത്ത് 4055 ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. PSC കോർപ്പറേഷനോട് ഹൈക്കോടതി ആ നമ്പർ അഡ്വൈസ് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെയാണ് ഈ 4055 പേരെ അഡ്വൈസ് ചെയ്യുന്നത്. എവിടെ നിന്നാ തുടക്കം? ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ച് അവസാനം ഈ പാവപ്പെട്ട തൊഴിലാളി ഒരു ഗതിയില്ലാതെ പിരിച്ചുവിടപ്പെടുന്ന കോടതി സമരത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് വെറും പ്രഹസനമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇവരെ വഴിയാധാരമാക്കുന്നതിനകത്ത് അതിന് അടിത്തറവാകിയത് കേരളത്തിലെ കഴിഞ്ഞ ഗവൺമെന്റ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയ പ്രശ്നമാണിത്. ആ പ്രശ്നത്തെ എല്ലാം പർവ്വതീകരിച്ച് അവസാനം കോടതിയിലേക്ക് വലിച്ചഴച്ചു. ഞങ്ങൾ ഇതിനിടയിലും ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയ്ക്ക് പുതിയ ബസ് ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഡ്യൂട്ടി വെട്ടിക്കുറച്ച് പുതിയ ബസ് ഇറങ്ങി ഇവരെ സംരക്ഷിക്കണം. ഇവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ക്രിയാത്മകമായ ഇടപെടലുകളാണ് ട്രേഡ് യൂണിയനുകൾ. PSC റാങ്ക് ഹോൾഡർമാർക്ക് അവർക്ക് നിയമപരമായി ഇതിനകത്ത് വരേണ്ടി വരും. അവർ വരും ഈ പാവപ്പെട്ടവർ പുറത്തേക്ക് പോകാതിരിക്കാൻ ഇതിന്റെ അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടി. അവിടെയാണ് KSRTCയുടെ മാനേജ്മെന്റ് വരുത്തിയ വീഴ്ച. പുതിയ ബസ് ഇറക്കാൻ തയ്യാറായില്ല. 324 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ഇവിടെ ഗവൺമെന്റ് ആണോ പ്രതി? ആ 324 കോടി രൂപ ഉപയോഗിച്ച് 1000 ബസ് പുറത്തിറക്കാൻ തയ്യാറാകാത്ത KSRTC മാനേജ്മെന്റ് ആണോ പ്രതി? ആ ബസ് എടുത്ത് ഓടിച്ചിരുന്നുവെങ്കിൽ റാങ്ക് ഹോൾഡർമാരെ ഇതിനകത്ത് കൊണ്ടുവരാനും ഈ സ്ഥാപനത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാതിരിക്കാനും കഴിയുമായിരുന്നു. ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് അതും ഞങ്ങൾ ചെയ്തു. 340 ഡ്യൂട്ടി ഉണ്ടായിരുന്ന 215 KSRTC മാനേജ്മെന്റ് രേഖാമൂലം എഴുതി കൊടുത്തു. ദേശീയ നിലവാരം 230. കേരളം ഇതിനകത്ത് ഒന്നാമത് എത്തണം എന്ന വാശിയോടുകൂടി ദേശീയ നിലവാരത്തെക്കാൾ ഉയർന്ന ഉൽപാദനക്ഷമതയോടെ ബോഡി ബിൽഡിംഗ് നടത്താൻ തൊഴിലാളികൾ തയ്യാറാണെന്ന് ട്രേഡ് യൂണിയനുകൾ KSRTC മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റ് 324 കോടി രൂപ കിഫ്ബിന്ന് 2017 ഡിസംബർ മാസം 21 അനുവദിക്കുകയാണ്. ഇതൊന്നും ചെയ്യാതെ
ഞങ്ങൾ ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുക, ഈ സ്ഥാപനത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ന് വാശി പിടിച്ച് തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി പിരിച്ചുവിടും. ഇതിപ്പോ കോടതി ഉത്തരവിന്റെ ഭാഗമാണെന്ന് പറയുന്നു. സെപ്റ്റംബർ മാസം 1-ാം തീയതി KSRTC മാനേജ്മെന്റ് ഒരു പിരിച്ചുവിടൽ നടത്തിയിരുന്നു. അത് മെക്കാനിക്കൽ ജീവനക്കാരാണ്. ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്തവരെ തിരിച്ചെടുപ്പിച്ചു. ഒക്ടോബർ 2-ാം തീയതി പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഇവിടെ ഹൈക്കോടതി തീർച്ചയായും ഹരീഷനാണ് പ്രദേശം. വളരെ നന്ദി. ഇപ്പോൾ പാനൽ കണ്ടക്ടറായിരുന്ന ശ്രീ ബൈജു നമുക്കിപ്പോൾ ചേർന്നു. നിങ്ങളുടെ സമരം 7-ാം ദിവസം കടക്കുന്നു. അപ്പോഴും ഇത് ഒരു രാഷ്ട്രീയ പോരിലേക്കും വാഗ്വാദത്തിലേക്കും പോകുന്നു. നിയമസഭയിലേക്ക് വിഷയം എത്തുന്നു. പക്ഷേ നിയമ നടപടികളിലേക്ക് കോടതിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന നിലപാടിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അതേ നിലപാട് തന്നെയാണ് KSRTCയുടെ CIT യൂണിയനും അഭിപ്രായപ്പെടുന്നത്. ശ്രീ ബൈജു, താങ്കൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇത് കോടതിയുടെ അന്തിമ വിധി വരട്ടെ, അതുവരെ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ എന്ന്. അതേ നിലപാട് തന്നെ KSRTCയുടെ CTU എംപ്ലോയീസ് അസോസിയേഷനും അതേ നിലപാട് തന്നെ എടുക്കുന്നു. ദയവായി ടെലിവിഷന്റെ വോള്യൂം ഒന്ന് കുറച്ച് വെച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ എളുപ്പമായിരിക്കും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു നിയമസഭ. TG സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, വിശദാംശങ്ങൾ എന്താണ് പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട്? അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കടുത്ത പ്രതിഷേധമുയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. KSRTC എംപാനൽ ജീവനക്കാരുടെ പ്രതിസന്ധി സർക്കാർ ക്ഷണിച്ചു വരുത്തിയത് എന്ന പൊതുനിലപാടാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സ്വീകരിച്ചത്. കോടതിയെ അടക്കം നിലപാടുകൾ അറിയിക്കാത്തതാണ് ഇത്തരം നിയമപരമായ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ഒപ്പം തന്നെ എംപാനൽ ജീവനക്കാരോട് തുടർച്ചയായി സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. എന്നാൽ സർക്കാർ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് ഈ വിഷയം കോടതിയിൽ ഇപ്പോൾ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് ശരിയല്ല, കാരണം കോടതി വിധി പറയാനിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച വേണ്ട എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാത്തത് പ്രതിപക്ഷം ഒരു പ്രധാന പ്രതിസന്ധിയായി ഒരു ചോദ്യമായി സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചു. എന്നാൽ കീഴ്ക്കോടതി ഈ വിഷയത്തിൽ വിധി പറയട്ടെ എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അപ്പീൽ പോവാത്തത് എന്നതായിരുന്നു സർക്കാരിന്റെ ഈ സംബന്ധിച്ച വിശദീകരണം. ഒപ്പം തന്നെ മുൻ സർക്കാർ എംപാനൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഈ സർക്കാർ 3000-ലധികം ജീവനക്കാരെ PSC വഴി തന്നെ നിയമനം നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു സർക്കാരിന്റെ ഇത് സംബന്ധിച്ച മറുപടി. ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. TG സജിത്ത്.